ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് വീണ്ടും അബദ്ധം സംഭവിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, കാർഡ് എടുത്ത് ഉടൻ സംഭവിക്കുന്ന ഡിവാലുവേഷൻ ആണ്. മുൻപ് ഒരു 3 മാസം മുമ്പ് ഞാൻ ആക്സിസ് ബാങ്കിൻ്റെ ഹൊറൈസൺ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു. ആ ഒരു സമയത്തും ഇതുപോലുള്ള ഒരു സെയിം അബദ്ധം സംഭവിച്ചിരുന്നു. അന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിരുന്നു. ആക്സിസ് ബാങ്കിൻ്റെ ഒരു ഹൊറൈസൺ കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് എഡ്ജ് മൈൽസ് നമുക്ക് പല പാർട്ണർ ബ്രാൻഡ്സിൻ്റെ പാർട്ണർ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് കിട്ടിയിരുന്ന ഒരു പാർട്ണർ ആയിരുന്നു അക്കോർഡ് ഹോട്ടൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പാർട്ണർ പോയിന്റ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1:2 എന്ന് പറഞ്ഞൊരു റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടിയിരുന്നു. അതായത് ഇപ്പോൾ 10,000 എഡ്ജ് മൈൽസ് ഉണ്ടെങ്കിൽ നമുക്ക് 20,000 രൂപ വെർത്ത് ആയിട്ടുള്ള അക്കോർഡ് ഹോട്ടൽസിൻ്റെ പാർട്ണർ പോയിന്റ്സ് നമുക്ക് കിട്ടിയിരുന്നു. സോ അത്യാവശ്യം നല്ലൊരു വെർത്തായിട്ടുള്ളൊരു മൈൽ കൺവേർഷൻ ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് കണ്ടാണ് ഞാൻ ആ ഒരു കാർഡ് എടുത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കാർഡ് എടുക്കാനും ഡിവാലുവേഷൻ സംഭവിച്ചിരുന്നു. ആക്സിസ് ബാങ്കിൻ്റെ മൈൽസ് കൺവേർഷൻ പാർട്ണേഴ്സിൽ നിന്നും ഈ ഒരു അക്കോർഡ് ഹോട്ടൽസ്, അതേപോലെ തന്നെ മാരിയോട്ട് ബോൺവോയ്, പിന്നെ ഖത്തർ എയർവേസ്, ഏവിയോസ് എന്നിങ്ങനെയുള്ള കുറച്ച് പാർട്ട്നേഴ്സിനെ അവർ റിമൂവ് ചെയ്തു. ഇപ്പോൾ നിലവിലും നമുക്ക് കുറച്ചധികം പാർട്ട്നേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കിട്ടുന്ന എഡ്ജ് മൈൽസ് പാർട്ണർ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1:1 മാത്രമാണ്. 2 ബ്രാൻഡിൽ 2:1 എന്ന രീതിയിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ ഒരു 10,000 എഡ്ജ് മൈൽസ് ഉണ്ടെങ്കിൽ അത് 10,000 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ നിലവിൽ ITC ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, എയർ ഏഷ്യ ഉണ്ട്, ജപ്പാൻ എയർലൈൻസ് ഉണ്ട്, സ്പൈസ് ജെറ്റ് ഉണ്ട്. അങ്ങനെ ഈ കാണുന്ന കുറേ അധികം ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഗ്രൂപ്പ് എയിൽ കാണുന്ന ബ്രാൻഡിൽ ഒരു വർഷം നമുക്ക് 1 ലക്ഷം റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക. ഗ്രൂപ്പ് ബിയിൽ കാണുന്ന പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരു വർഷം നമുക്ക് 4 ലക്ഷം എഡ്ജ് മൈൽസ് ആണ് നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ മൊത്തം നമുക്ക് 5 ലക്ഷം എഡ്ജ് മൈൽസ് മാത്രമാണ് ഒരു വർഷം റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ മാറിയപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഒരു കാർഡ് എടുത്ത ശേഷമാണ് ഇങ്ങനെയുള്ള ഡിവാലുവേഷൻ സംഭവിച്ചത്. പക്ഷേ ഞാൻ കാർഡ് നിലവിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ നഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. ജോയിനിങ് ഫീസ് 3,000 പ്ലസ് GST ഏകദേശം 3,500 സംതിങ് ഞാൻ കൊടുത്തു. പക്ഷേ ഞാൻ ആ ഒരു കാർഡ് ഉപയോഗിച്ച് 1,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് 5,000 എഡ്ജ് മൈൽസ് കിട്ടി. ഇക്വലൻ്റ് ടു 5,000 രൂപ. നമുക്കത് മേക്ക് മൈ ട്രിപ്പിൻ്റെ വൗച്ചറായിട്ട് റെഡീം ചെയ്ത് ബുക്കിങ്ങുകൾ ചെയ്യാം. ഈസ് മൈ ട്രിപ്പിൻ്റെ വൗച്ചറായിട്ട് റെഡീം ചെയ്ത് ബുക്ക് ചെയ്യാം. താജ് ഹോട്ടൽസ്, അങ്ങനെ കുറേ അധികം ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഈവൻ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചറായിട്ട് റെഡീം ചെയ്തുകൊണ്ട് നമുക്ക് ആമസോൺ പേ ബാലൻസിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ച് ഷോപ്പിങ്ങുകൾ ചെയ്യാം, റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാം. സോ 3,500 സംതിങ് ഞാൻ ജോയിനിങ് ഫീസ് കൊടുത്തപ്പോൾ എനിക്ക് 5,000 രൂപ വെറുത്താറുള്ള ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടി. സോ അത് ബാലൻസ് ആയി പോയി. ഇനി റിന്യൂവൽ ഫീസ് വരുന്ന സമയത്ത് 3,500 സംതിങ് ഈ പറഞ്ഞ രീതിയിൽ റിന്യൂവൽ ഫീസും കൊടുക്കണം. നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ വെച്ച് റിന്യൂവൽ ഫീസ് വേവ് ചെയ്യുന്ന ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ റിന്യൂവൽ ടൈമിൽ നമുക്ക് 1,500 എഡ്ജ് മൈൽസ് കിട്ടും, ഇക്വലൻ്റ് ടു 1,500 രൂപ. പിന്നെ ഒരു ഏകദേശം 2,000 രൂപയോളമാണ് നമുക്ക് അവിടെ അഡീഷണലി വേണ്ടി വരുന്നത്. സോ 2,000 രൂപയുടെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഒരു കാർഡ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാർഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇപ്പോൾ നിലവിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. റിന്യൂവൽ ടൈം എത്തുന്ന സമയത്ത് അതുവരെയുള്ള സ്പെൻഡിങ് അനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ നഷ്ടമാണോ എന്ന് വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു ലിമിറ്റ് ആ ഒരു കാർഡിൽ കിട്ടി. അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് സ്റ്റിൽ യൂസ് ഉണ്ടെങ്കിൽ. ഇതൊരു ട്രാവൽ കാറ്റഗറി കാർഡാണ്. ആക്സിസ് ബാങ്കിന്റെ ട്രാവൽ എഡ്ജ് പോർട്ടൽ വഴി അല്ലെങ്കിൽ എയർലൈൻസിന്റെ വെബ്സൈറ്റ് വഴി ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ 5% ബെനിഫിറ്റ് കിട്ടും. അതായത് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 5 എഡ്ജ് മൈൽസ് കിട്ടും. പിന്നെ ബേസ് ആയിട്ട് നമുക്ക് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 2% റിവാർഡ് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. 2 എഡ്ജ് മൈൽസ് റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ലോഞ്ച് ആക്സസ് വരുന്നത്. ക്വാർട്ടർലി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നമുക്ക് 8 തവണ ആക്സസ് കിട്ടുന്നുണ്ട്. സോ ഒരു വർഷം നമുക്ക് 32 ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച്. ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആണെങ്കിൽ ക്വാർട്ടർലി 2 തവണ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇയർലി വരുമ്പോൾ 8 ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. സോ ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു കോംപ്ലിമെന്ററി ലോഞ്ച് ബെനിഫിറ്റും ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം നിലവിൽ പണി കിട്ടിയിരിക്കുന്നത് ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡിലാണ്. ആ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ മുൻപ് അപ്ലൈ ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഞാൻ എടുക്കാത്ത കുറേ ലോണും കാര്യങ്ങളൊക്കെ കയറി വന്ന സമയമായതിനാൽ അൺഫോർച്യുനേറ്റ്ലി അത് റിജക്റ്റ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ എനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും റെസ്യൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു. ഞാൻ അപ്ലൈ ചെയ്തു, കാർഡ് കിട്ടി. അപ്പോൾ ഫോൺ പേയിൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 1,500 രൂപ പ്ലസ് GST ആണ്. ജോയിനിങ് ഫീസ് കൊടുത്ത് കഴിയുവാൻ നേരം നമുക്ക് 1,500 രൂപ വേർത്തായിട്ടുള്ള ഫോൺ പേ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നുണ്ട്. സോ അതവിടെ ബാലൻസ് ആയിട്ട് പോകും. പിന്നെ റിന്യൂവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. 3 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഇക്വലന്റ് ആണ്. നമുക്കത് സ്റ്റേറ്റ്മെന്റ് ബാലൻസിന് അഗൈൻസ്റ്റ് ആയിട്ട് റെഡീം ചെയ്യാൻ സാധിക്കും. ബെനിഫിറ്റ് വരുന്നത് ഫോൺ പേ വഴി നമ്മൾ പല കാര്യങ്ങൾക്കും സ്പെൻഡ് ചെയ്യുമ്പോൾ മൊബൈൽ റീചാർജ്, ബിൽ പേയ്മെന്റ്, ബ്രോഡ്ബാൻഡ് ബിൽ പേയ്മെന്റ്, കേബിൾ TV റീചാർജ്, DTH, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ്, ഫാസ്ടാഗ് റീചാർജ്, ഗ്യാസ് ബിൽ പേയ്മെന്റ്, LPG, NCMC, പോസ്റ്റ് പെയ്ഡ് റീചാർജ്, സബ്സ്ക്രിപ്ഷൻ പേയ്മെന്റ്, ടാക്സ് പേയ്മെന്റ്
പേയ്മെൻറ്റ്, വാട്ടർ ബിൽ പേയ്മെൻറ്റ്, ഇൻഷുറൻസ്, പിന്നെ ഫോൺ പേയിലുള്ളിൽ നമുക്ക് ഇൻ ആപ്പ് ട്രാവൽ മർച്ചൻസ് ഉണ്ട്. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പിന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഫോൺ പേയുടെ ഇൻസൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 10% ബെനിഫിറ്റ് കിട്ടും. നമുക്കൊരു ക്യാപ്പ് വരുന്നുണ്ട്, ഒരു മാസം 2000 റിവാർഡ് പോയിന്റ് വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക, ഇക്വലൻ്റ് ടു 2000 രൂപ. പിന്നെ നമുക്കിപ്പോൾ നിലവിൽ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു 2% കൺവീനിയൻസ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ കൊടുത്താൽ കൂടി ഒരു മിനിമം ഒരു 7% ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ്, നമുക്ക് 1000-ലധികം ഓൺലൈൻ മർച്ചൻസിൽ നമുക്ക് 5% റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു 5% കാറ്റഗറിയിലും ഒരു ക്യാപ്പ് ഉണ്ട്. ഒരു മാസം നമുക്ക് മാക്സിമം 2000 റിവാർഡ് പോയിന്റ്, അതായത് 2000 രൂപ വരെ ബെനിഫിറ്റ് മാത്രമേ നേടുവാനായിട്ട് സാധിക്കൂ. പിന്നെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന മറ്റു ഓഫ്ലൈൻ ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ നമുക്കത് റുപേ കാർഡാണ് എടുക്കുന്നതെങ്കിൽ സ്കാൻ ആൻഡ് പേ വഴി മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് 1% റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. അതിനും ക്യാപ്പ് വരുന്നത് ഒരു മാസം 2000 രൂപ വരെയാണ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കുക, അതായത് 2000 റിവാർഡ് പോയിന്റ് വരെ നേടാം. പിന്നെ ഫോൺ പേക്ക് ഔട്ട്സൈഡുള്ള ഇൻഷുറൻസ് പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഫോൺ പേ വഴി അല്ലാതെ മറ്റു ആപ്പുകൾ വഴി ചെയ്യുന്ന യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിന് നമുക്ക് ഒരു ക്യാപ്പ് വരുന്നത് ഒരു മാസം മാക്സിമം 500 റിവാർഡ് പോയിന്റ് വരെ മാത്രമേ നേടുവാനായിട്ട് സാധിക്കൂ. അത് നമുക്ക് 5% ബെനിഫിറ്റ് കിട്ടില്ല, 1% ബെനിഫിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ക്വാർട്ടറിൽ ഒരു തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച്, സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ സൗജന്യമായിട്ട് 2 വർഷത്തേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് വരുന്നുണ്ട്. ഫ്രീ ആക്സസ് അല്ല, നമുക്ക് മെമ്പർഷിപ്പ് മാത്രമാണ് കിട്ടുന്നത്, ഡിസ്കൗണ്ട് അതുവഴി നേടാം. പിന്നെ ഫ്യൂവൽ സർചാർജ് വെയ്വർ വരുന്നുണ്ട്. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്, നമ്മൾ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ വർത്തായിട്ടുള്ള ട്രാവൽ വൗച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടാണ് ഞാൻ കാർഡ് അപ്ലൈ ചെയ്തത്. ഇതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇൻഷുറൻസിന് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നു. പിന്നെ ഫോൺ പേ വഴി അല്ലാതെ മറ്റു ആപ്പുകൾ വഴി UPI പേയ്മെൻറ്റ് ചെയ്താലും യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് 1% ബെനിഫിറ്റ് കിട്ടിയിരുന്നു. ഒരു ക്യാപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ജ്വല്ലറി പർച്ചേസ്, അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കാർഡ് പർച്ചേസ്, ആ കാറ്റഗറിയൊന്നും റിവാർഡ് പോയിന്റ് കിട്ടത്തില്ല എന്നുള്ള കണ്ടീഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ ഈ ഫീച്ചേഴ്സൊക്കെ കേട്ടപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നി. കാർഡ് ഞാൻ അപ്ലൈ ചെയ്തു, കാർഡ് കിട്ടി. പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല ലിമിറ്റ് കിട്ടി, 2,63,000 രൂപ ലിമിറ്റായിട്ട് കിട്ടി. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന SBI ക്യാഷ് ബാക്ക് കാർഡിന് ആദ്യം 50,000 ആയിരുന്നു, പിന്നെ അത് കൂട്ടി 90,000 രൂപയൊക്കെയായിരുന്നു കിട്ടിയിരുന്നത്. അതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊന്നും കൂടുന്നില്ലായിരുന്നു. പക്ഷേ ഇത് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഇത്രയും ലിമിറ്റ് കിട്ടിയപ്പോൾ നമുക്കറിയാം SBI കാർഡിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർഡ് ലിമിറ്റാണ്. അപ്പോൾ 2 കാർഡിലും കൂടി ടോട്ടൽ 2,63,000 രൂപ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാർഡ് എടുത്തിട്ട് SBI ക്യാഷ് ബാക്ക് കാർഡ് അങ്ങ് ക്ലോസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം അതിനകത്ത് ബെനിഫിറ്റും ഇതിൻ്റെ ബെനിഫിറ്റും നമ്മൾ ഓവർലാപ്പ് ആകുന്നുണ്ട്. ആ ഒരു കാർഡിലും 1% ബെനിഫിറ്റിൽ ഒരു മാസം 2000 രൂപ വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക. 5% ഓൺലൈൻ സ്പെൻഡിങ്ങിനും 2000 രൂപ വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക. ഈ ഒരു ഫോൺ പേ കാർഡിലും 2000 രൂപ വരെ ഒരു മാസം ഓൺലൈൻ സ്പെൻഡിങ്ങിന് 5% എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. സോ ബെനിഫിറ്റ് ഓവർലാപ്പ് ആവുന്നുണ്ട്. SBI ക്യാഷ് ബാക്ക് കാർഡ് അങ്ങ് ക്ലോസ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഈ ഒരു കാർഡ് എടുത്തിട്ട് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടന്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നോക്കിയ സമയത്ത് ഓൾറെഡി ഈ ഒരു ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജൂലൈ 1 മുതൽ മാറ്റം വരുന്നു. അതിന് ഡിവാലുവേഷൻ സംഭവിക്കുന്നുവെന്ന ഒരു അപ്ഡേറ്റ് കാണുവാനായിട്ട് സാധിച്ചു. അത്യാവശ്യം നല്ലൊരു ഡിവാലുവേഷനാണ്. ജൂലൈ 1 മുതൽ വരുന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പേയിലെ ഇൻസൈഡ് സ്പെൻഡിങ്ങിന് ഇപ്പോൾ നിലവിൽ ഒരു മാസം മാക്സിമം നേടുവാനായിട്ട് സാധിക്കുന്ന റിവാർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2000 റിവാർഡ് പോയിന്റ് വരെയാണ്. പുതിയ റൂൾ അനുസരിച്ച് നമുക്ക് ഒരു മാസം നമുക്ക് ഫോൺ പേക്കുള്ളിൽ നടത്തുന്ന സ്പെൻഡിങ്ങിന് 10% കാറ്റഗറിയിൽ 1500 റിവാർഡ് പോയിന്റ് വരെ മാത്രമേ നമുക്ക് മാക്സിമം നേടുവാനായിട്ട് സാധിക്കൂ. പിന്നെ ഇപ്പോൾ നിലവിലെ റൂൾ അനുസരിച്ച് ഫോൺ പേക്ക് ഇൻസൈഡിലുള്ള ഇൻഷുറൻസ് പേയ്മെന്റ് ആണെങ്കിൽ 10% റിവാർഡ് പോയിന്റിന് അർഹമായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഫോൺ പേക്കുള്ളിലെ ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെന്റ് ആണെങ്കിൽ 10% റിവാർഡ് പോയിന്റ് കിട്ടും. പക്ഷേ അതിന് ക്യാപ്പ് വരുന്നുണ്ട്. 500 റിവാർഡ് പോയിന്റ് വരെ മാത്രമേ നമുക്ക് മാക്സിമം ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും ഇൻഷുറൻസ് കാറ്റഗറിയിൽ. പിന്നെ വരുന്ന മറ്റൊരു മാറ്റം, ഓൺലൈൻ സ്പെൻഡിങ്ങിന് 5% റിവാർഡ് ബെനിഫിറ്റ് എന്ന രീതിയിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് 2000 റിവാർഡ് പോയിന്റ് കിട്ടും. അത് നേരെ പകുതിയാക്കി ഇനി മുതൽ ജൂലൈ 1 മുതൽ ഈ ഒരു 5% കാറ്റഗറിയിൽ 1000 റിവാർഡ് പോയിന്റ് മാത്രമേ ഒരു മാസം മാക്സിമം നേടുവാനായിട്ട് സാധിക്കൂ. വലിയൊരു ഡിവാലുവേഷനാണ്. പിന്നെ സംഭവിച്ച ഡിവാലുവേഷൻ, ഇപ്പോൾ നിലവിൽ നമുക്ക് ഫോൺ പേ അല്ലാതെ മറ്റു ആപ്പുകൾ വഴി യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്താലും ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് 1% ബെനിഫിറ്റ് കിട്ടും, മാക്സിമം 500 രൂപ, അതായത് 500 റിവാർഡ് പോയിന്റ് വരെ. പക്ഷേ ജൂലൈ 1 മുതൽ വേറെ ആപ്പ് വഴി നമ്മൾ മർച്ചൻ്റ് UPI പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്താലും നമ്മൾ ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ റിവാർഡ് പോയിന്റ് എക്സ്ക്ലൂഷൻ കാറ്റഗറിയിൽ ജ്വല്ലറി പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡ് പർച്ചേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വലിയൊരു മാറ്റം തന്നെ ഈ ഒരു കാർഡിൽ ജൂലൈ 1 മുതൽ സംഭവിക്കുകയാണ്. എന്തായാലും കാർഡ് എടുത്തു, ഇപ്പോൾ ജോയിനിങ് ഫീസ് 1500 രൂപ കൊടുത്താലും 1500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നുണ്ട്. ഒരു വർഷം ആകുന്നവരെ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്ത് നോക്കാം, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ യൂസ് ഇല്ലാതെ വരുന്ന സമയത്ത് ക്ലോസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ ഒരു റിന്യൂവൽ ടൈം എന്ന സമയത്ത് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാമെന്നാണ് കരുതുന്നത്. 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂവൽ ഫീസ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. പിന്നെ ലഭിച്ച ഒരു അഡ്വാൻറ്റേജ് കാർഡ് ലിമിറ്റ് കൂട്ടി കിട്ടി എന്നുള്ളതാണ്. 2,63,000 രൂപ ലിമിറ്റായിട്ട് കിട്ടി. സോ എസ് ബി ഐ കാർഡിൻ്റെ ഏത് കാർഡ് എടുത്താലും ഈ ഒരു ഷെയർ ലിമിറ്റ് എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോൺ പേ വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 1,500 രൂപ വരെ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും ഒരു മാസം. ഇപ്പോൾ കൺവീനിയൻസ് ഫീസ് കൊടുത്താലും ഒരു 7% ബെനിഫിറ്റ് കിട്ടും. സോ സ്റ്റിൽ അത് യൂസ്ഫുൾ ആണ്. പിന്നെ 5% കാറ്റഗറിയിൽ ഓൺലൈൻ സ്പെൻഡിങ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം 20,000 രൂപയിൽ താഴെ മാത്രമാണ് ഓൺലൈൻ കാറ്റഗറി സ്പെൻഡ് വരുന്നതെങ്കിൽ നമുക്ക് അവർ പറയുന്ന 1000 റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. 20,000 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ SBI ക്യാഷ് ബാക്ക് കാർഡ് തന്നെ ഉപയോഗിക്കണം. കാരണം SBI ക്യാഷ് ബാക്ക് കാർഡിൽ 5% ക്യാഷ് ബാക്ക് അപ് ടു 2,000 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. സോ 40,000 രൂപ വരെയുള്ള ഒരു മാസത്തെ സ്പെൻഡിങ്ങിന് ആ ഒരു കാർഡിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. അതായത് 5% ക്യാഷ് ബാക്ക് കിട്ടും. ഹൊറൈസൺ കാർഡ് ആണെങ്കിലും ഫോൺ പേയുടെ ഒരു SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡ് ആണെങ്കിലും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി